Welcome to plus 2 mathematics classes, chapter 6, application of derivatives. First derivative test നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഫസ്റ്റിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പമാണ്, സ്റ്റെപ്പ് കുറവാണ്. നമുക്ക് ആ സ്റ്റെപ്പുകൾ നോക്കാം, ഒരു പ്രോബ്ലം കൂടി സൈഡിൽ ചെയ്തു നോക്കാം. Question ഇതാണ്, find local maximum and local minimum values of the function of f given by f of x is equal to 2x cube minus 6x square plus 6x plus 5. അപ്പോൾ ഇവിടെ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം, അതുപോലെ മാക്സിമം ആൻഡ് മിനിമം, ഇതിനൊക്കെ സെയിം മീനിങ് ആണ്. ലോക്കൽ മാക്സിമം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഒരു പോർഷൻ എടുത്തിട്ട് അവിടുത്തെ മാക്സിമം എന്നാണ്. പക്ഷേ നമ്മളെപ്പം ക്വസ്റ്റ്യനുകളിൽ ലോക്കൽ മാക്സിമം എന്ന് പറഞ്ഞാലും മാക്സിമം എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. പക്ഷേ അബ്സല്യൂട്ട് മാക്സിമം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അത് വേറൊരു രീതിയാണ്. അപ്പോൾ അത് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. എന്തായാലും ലോക്കൽ മാക്സിമവും സെയിം മീനിങ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ലോക്കൽ മിനിമവും മിനിമയും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒന്നുകിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം. ഏതിരുന്നാലും അപ്പം അത് ഫെയിൽ ആകുന്നത് വരെ നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ചിലപ്പം കിട്ടത്തില്ല ആൻസർ, അങ്ങനെ ആകുമ്പോൾ ഫെയിൽ ആകുന്നെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പുകൾ 1 by 1 ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമുക്ക് എഫ് ഡാഷ് എക്സ് 0 എന്ന് കൊടുക്കാം. എന്നിട്ട് എക്സിന്റെ എന്ത് കണ്ടുപിടിക്കുക, എക്സിന്റെ വാല്യൂസ്, ആ വാല്യൂസിനെ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് വിളിക്കുന്നു, അല്ലെ? അപ്പൊ ആ എഫ് ഡാഷ് എക്സ് 0 എന്ന് കൊടുക്കാം. ഇവിടെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6x² മൈനസ് 12x പ്ലസ് 6. എഫ് ഡാഷ് എക്സ് 0 എന്ന് ഇംപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സിന് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് നോക്കാം. 6x² മൈനസ് 12x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. 6 നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം, അല്ലെ? x² മൈനസ് 2x പ്ലസ് 1 is equal to 0. x minus 1 the whole square is equal to 0. x is equal to 1. എക്സിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. അപ്പം സ്റ്റെപ്പ് 1 എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. സ്റ്റെപ്പ് 2 എന്താണ്? ടു ഫൈൻഡ് ദ എക്സ്ട്രീം പോയിന്റ്. ടു ഫൈൻഡ് എക്സ്ട്രീം എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂസിനാണ് എക്സ്ട്രീം പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സ്ട്രീം പോയിന്റ്സ് E1, E2 എക്സെട്ര. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും, ചിലപ്പം 1, 2 ഒക്കെ കാണുള്ളൂ. E1, E2 എക്സെട്ര റൂട്ട് കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്ത ഓർമ്മയുണ്ട്. ഇത് കാര്യങ്ങൾ ഇത്രയും ചെയ്തു, എന്നിട്ട് ആ ഇന്റർവെൽ ആക്കി ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റെപ്പ് 3 അങ്ങനെയല്ല, എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്, അല്ലെ? അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ്. അപ്പൊ എഫ് ഡാഷ് എക്സ് എവിടെ ഉണ്ട്? അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കാം. 12x മൈനസ് 12. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഫൈൻഡ് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. പിന്നെ സ്റ്റെപ്പ് 4 ആയിട്ട് വരുന്നത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എഫ് ഡബിൾ ഡാഷ് E1. അതായത് നമുക്ക് കിട്ടിയ എക്സ്ട്രീം പോയിന്റിനെ എക്സ്, ഈ ഡബിൾ ഡാഷില് എക്സിന് പകരമായിട്ട് കൊടുക്കുക. എഫ് ഡബിൾ ഡാഷ് E1, എഫ് ഡബിൾ ഡാഷ് E2 എക്സെട്ര. അങ്ങനെ കിട്ടുമ്പോൾ if f ഡബിൾ ഡാഷ് E1 ലെസ് ദാൻ 0 ആണെങ്കിൽ, അങ്ങനെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് E1 ഒരു എക്സ്ട്രീം പോയിന്റ് ഇട്ട് കൊടുത്തപ്പോൾ അത് നെഗറ്റീവ് വാല്യൂ കിട്ടിയെങ്കിൽ നമ്മൾ ആ എക്സ്ട്രീം പോയിന്റിനെ x is equal to E1നെ ഈസ് ലോക്കൽ മാക്സിമ എന്ന് പറയും. നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമ എന്നും. if എഫ് ഡബിൾ ഡാഷ് E2 ഗ്രേറ്റർ ദാൻ 0, അത് പോസിറ്റീവ് ആണെങ്കിൽ ആ എക്സ്ട്രീം പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും? എസ് ലോക്കൽ മിനിമ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ലോക്കൽ എന്ന് കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. മാക്സിമം ആൻഡ് മിനിമ. മാക്സിമ പോയിന്റ് എന്ന് ഏത് മാക്സിമം പോയിന്റ് ഒക്കോർ ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ എക്സിലെ, ആ പോയിന്റ് എന്ന് വിളിക്കും. അതിന്റെ വാല്യൂ വേറെയാണ്, എഫ് ഓഫ് E1 ആണ് അതിന്റെ വാല്യൂ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം. എഫ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 12x മൈനസ് 12 കിട്ടി. അതുപോലെ എക്സിന്റെ വാല്യൂ 1 കിട്ടി. അപ്പൊ
നമുക്കിവിടെ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ത് ചെയ്യാം, 12 ആ 1 ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ 12 × 1 - 12 = 0. അപ്പൊ ഈ നമ്മൾ എടുത്ത പ്രോബ്ലം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ചെയ്യുന്നു എന്ന് പറയാം. നേരത്തെ പറഞ്ഞില്ലേ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചിലപ്പോൾ ഫെയിൽ ചെയ്യാം, നമുക്ക് കിട്ടാതിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കിട്ടാതിരിക്കുന്ന കേസ് ഇതാണ്. ഇപ്പൊ <0 ആയിരുന്നെങ്കിൽ നമുക്ക് 1നെ ലോക്കൽ മാക്സിമ എന്ന് വിളിക്കാമായിരുന്നു. 1 ഇട്ട് കൊടുത്തപ്പോൾ <0 പോസിറ്റീവ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ അതിനെ നമുക്ക് ലോക്കൽ മിനിമ എന്ന് വിളിക്കാമായിരുന്നു. ഇത് പോസിറ്റീവ് വന്നില്ല, നെഗറ്റീവ് വന്നില്ല, 0 ആണ് വന്നത്. നമുക്ക് എന്ത് എഴുതാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽസ് എന്ന് പറയാം. വി ഹാവ് ടു ഗോ ബാക്ക് ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്തുവിടായിരുന്നോ എന്ന് ചോദിക്കാം. എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കുറച്ചും കൂടി എളുപ്പമാണ്, കുറച്ചും കൂടി നമുക്ക് കൺവീനിയന്റ് ആണ്. അപ്പൊ അത് ചെയ്ത് നോക്കി കിട്ടുന്നില്ല എങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ ലോക്കൽ മാക്സിമ മിനിമ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുന്നെങ്കിൽ, നിങ്ങൾ ആദ്യം അതാണ് എടുത്ത് ഫെയിൽ ആകുന്നത്, ഇതുപോലെ ഫെയിൽ ആകുന്നെങ്കിൽ വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോയി ഇത് കണ്ടുപിടിക്കാം. അപ്പം 4 സ്റ്റെപ്പാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനുള്ളത്. എന്തൊക്കെയാണ്? ആദ്യമേ f' നമ്മൾ =0 എന്ന് കൊടുക്കുന്നു അല്ലെ, സ്ലോപ്പ് 0 ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ എക്സ്ട്രീം പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ആ എക്സ്ട്രീം പോയിന്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അതിന്റെ സൈൻ നോക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. <0 ആണെങ്കിൽ x = E1 is ലോക്കൽ മിനിമ. എന്നിട്ട് f(E1) എന്ന് പറയുന്നത് ഫംഗ്ഷനകത്ത് E1 കൊടുക്കുമ്പോൾ അതിനെ മാക്സിമം വാല്യൂ എന്നും പറഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക്. ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് പോയിന്റ് ഓഫ് മാക്സിമ എങ്കിൽ ആ f(E1) ആയിരിക്കും മാക്സിമം വാല്യൂ. f(E2)നെ എന്ത് വിളിക്കാം? മിനിമം വാല്യൂ എന്നും വിളിക്കാം. മിനിമം വാല്യൂ. ഇനി നമുക്ക് ആ അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ കൺസെപ്റ്റ് കൂടെ നോക്കാം. അപ്പൊ അതോടെ കാണുമ്പോഴത്തേക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ ലോക്കൽ മാക്സിമയും അല്ലെങ്കിൽ വെറുതെ മാക്സിമം എന്ന് പറയുന്നതും ഈ അബ്സല്യൂട്ട് മാക്സിമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമവും കാണാനൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യന്റെ കൂടെ എപ്പോഴും ഒരു ക്ലോസ്ഡ് ഇന്റർവൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്തിനാണെന്ന് പറയാം. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ തന്നിട്ടേ നമ്മൾ ചോദിക്കുകയുള്ളൂ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമവും എത്രയാണെന്ന്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ കാട്ടി കുറച്ചും കൂടെ സ്റ്റെപ്പ് കുറവും കുറച്ചും കൂടി എളുപ്പമായിരുന്നു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതിലും എളുപ്പമാണ് ഈ അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അവിടെയും f' = 0 ആയി എടുക്കുക. അപ്പൊ f' എന്താ അവിടെ? f' = 2x അല്ലെ. അപ്പം f' 0 ആണെങ്കിൽ =0 implies x = 0. അപ്പൊ നമുക്ക് എക്സ്ട്രീം പോയിന്റ് എക്സ്ട്രീം പോയിന്റ് 0 ആണ് കിട്ടിയത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ടു ഫൈൻഡ് എക്സ്ട്രീം പോയിന്റ്. ടു ഫൈൻഡ് എക്സ്ട്രീം പോയിന്റ്സ്, എക്സ്ട്രീം പോയിന്റ് എന്നോ ക്രിട്ടിക്കൽ പോയിന്റ് എന്നോ ഒക്കെ പറയാം. E1, E2 എക്സെട്ര. ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സ്റ്റെപ്പ് 3. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കുറെ കാര്യങ്ങളുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണെന്ന് അറിയാമോ? f(E1), f(E2). അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെയുള്ള 2 ടെസ്റ്റിലും E1, E2 പോയിന്റ് ഓഫ് മാക്സിമ ആണോ പോയിന്റ് ഓഫ് മിനിമ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടേ വാല്യൂ കാണുന്നുള്ളായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല. ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിയാൽ ഉടനെ തന്നെ ഫംഗ്ഷൻ ആ പോയിന്റ് എടുത്ത് ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്ത് അതിനകത്തുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം എക്സെട്ര. ആൻഡ് ഒരു 2 വാല്യൂസും കൂടെ വേണം, f(A) ആൻഡ് f(B). ആ എയും ബിയും ആരൊക്കെയാ? ആ ക്ലോസ്ഡ് ഇന്റർവൽ ഏതാണോ അതാണ് എയും ബിയും, ഇതും ഇതും. ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ എൻ പോയിന്റ്സും കൂടി ചേർത്തുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സിലെ വാല്യൂസ് അല്ലെ എക്സ്ട്രീം പോയിന്റ്സിലെ വാല്യൂസ് മാത്രമേ നമ്മൾ ഇതുവരെ 2 ടെസ്റ്റിൽ നോക്കിയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ക്ലോസ്ഡ് ഇന്റർവെൽ ഏതാണോ തന്നിരിക്കുന്നത് ആ പോയിന്റ്സും കൂടിട്ട് ഫംഗ്ഷന്റെ വാല്യൂ നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് കിട്ടിയത്. നമുക്ക് ഏതൊക്കെ പോയിന്റിലെ വാല്യൂസ് കാണണം? എക്സിന്റെ 0 കൊടുക്കണം, -2 കൊടുക്കണം, 2 കൊടുക്കണം. ഈ -2ഉം 2ഉം ഇന്റർവെൽ ആണ്. എക്സ്ട്രീം പോയിന്റ് ഒരെണ്ണം. ഈ 3 പോയിന്റിലെയും വാല്യൂസ് കണ്ടുപിടിക്കണം fxന്റെ വാല്യൂ, അതായത് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ വാല്യൂ. f(0) എത്രയാണ്? 2.
എഫ് ഓഫ് -2 എത്രയാണ്? എഫ് ഓഫ് -2 നോക്കുമ്പോൾ -2 സ്ക്വയർ 4, 4 + 2 6. എഫ് ഓഫ് 2 എത്രയാണ്? എഫ് ഓഫ് 2ഉം 6 ആണെന്ന് തോന്നുന്നു അല്ലെ? അതെ, എഫ് ഓഫ് 2ഉം 6 ആണ്. ഇനി നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഏതാ? 6 ആണ്, 2 6ഉം അല്ലെ? 2 6ഉം അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ആണ്. അതുപോലെ മാക്സിമം വാല്യൂ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഏത് പോയിന്റിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതിയാൽ മതി. ഏത് പോയിന്റില? 2 പോയിന്റിലും ഉണ്ട്, -2ലും 2ലും. അബ്സല്യൂട്ട് മാക്സിമം ഈസ് 6 ആൻഡ് അബ്സല്യൂട്ട് മിനിമം എത്രയായിരിക്കും? അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ്, അത് ഏറ്റവും മിനിമം ഏതാണ്? ഈ വാല്യൂ 2. അപ്പൊ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. വളരെ എളുപ്പമാണ്. അപ്പൊ അബ്സല്യൂട്ട് മാക്സിമവും അല്ല മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം. അബ്സല്യൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഏത് ഇന്റർവെല്ലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ n പോയിന്റ്സിലെ വാല്യൂ കൂടി എടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സിനകത്തുള്ള ഒരു ഏത് പോയിന്റിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഏത് പോയിന്റിലാണ് നമുക്ക് മാക്സിമം വാല്യൂ, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ കിട്ടുന്നത്? -2ലും 2ലും. അതുപോലെ മിനിമം വാല്യൂ ഏത് പോയിന്റിലാണ് കിട്ടുന്നത്? 0യിലാണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. അബ്സല്യൂട്ട് മാക്സിമം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. എക്സസൈസ് 6.5ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ ഇത് നമ്മൾ മാക്സിമം നമ്മുടെ പഠിച്ച അൽഗോരിതം, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചല്ല ചെയ്യുന്നത്. ഈ മോഡുലസ് നമുക്കറിയാം, മോഡുലസിനെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇതിന്റെ ഗ്രാഫ് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പഠിച്ചത് കൊണ്ട്, എന്റെ അൽഗോരിതം ഒക്കെ നോക്കിയത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാം. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Find the local maxima and local minima if any of the following functions. ഒരുപാട് ഫംഗ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. Find also the local maximum and local minimum values as the case may be. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, fx = x². അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കാം. നേരത്തെ പറഞ്ഞു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ട് അത് ഫെയിൽ ആണെങ്കിൽ മാത്രം ഫസ്റ്റ് ഡെറിവേറ്റീവിലോട്ട് പോയാൽ മതി. അപ്പം fx എന്ന് പറയുന്നത് f'(x) = 0 ആക്കണം അല്ലെ? f'(x) എത്രയാണ്? 2x. 2x = 0. xന്റെ വാല്യൂ 0. xന്റെ വാല്യൂ 0. 0 is the critical point. ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് f''. 2x ആണ് f'(x) എന്ന് പറയുന്നത്. f''x 2 വരും. അപ്പൊ ഇത് x ഈ 0 എടുത്ത് കൊടുത്തില്ലെങ്കിലും കൊടുത്താലും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വിച്ച് ഈസ് ലോക്കൽ മിനിമ ആണ് അല്ലെ? ലോക്കൽ മിനിമ. fx has local minimum value at x = 0. അപ്പൊ x = 0 is point of local minimum. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയത്. ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമം അല്ലെങ്കിൽ മിനിമ. x ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇത് ലോക്കൽ മിനിമം ആണ്. അതിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കും? മിനിമം വാല്യൂ, ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ f(x) = അല്ലെ f(0) കൊടുത്തു നോക്കണം അല്ലെ? f(0) 0 അല്ലേ ആ പോയിന്റ്? അപ്പൊ f(0) = 0² = 0. 0 is the minimum value and x = 0 is the point of local minimum. ഇതിനകത്ത് മാക്സിമം ഇല്ല. മാക്സിമം ഇല്ല നമുക്ക് എഴുതണ്ട, ലോക്കൽ മിനിമം മാത്രമേ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫെനി എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ മതിയാകും. രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് gx = x³ - 3x ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് g'(x) = 0 എന്ന് കൊടുക്കാം. g'(x) എന്ന് പറയുന്നത് എന്താണ്? g'(x) = put g'(x) = 0. That is g'(x) = 3x² - 3 = 0, which implies 3 × x² - 1 = 0. x² = 1. x +or-1. എസിന്റെ വാല്യൂ +1 ഉണ്ട് -1 ഉണ്ട്. അങ്ങനെ രണ്ട് എക്സ്ട്രീം പോയിന്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. g'(x) എന്ന് പറയുന്നത് g'(x) എന്ന് പറഞ്ഞാൽ ഇതാണ് 3x² - 3 ആണ്. അപ്പം 6x അല്ലെ -0 അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയത്. പുട്ടിങ് x = 1, g'(1) എത്ര വരും? 6 വരും, which is greater than 0. Greater than 0 ആണെങ്കിൽ x = 1 is a point of
മിനിമ അല്ലെ, അല്ലെങ്കിൽ ലോക്കൽ മിനിമ. എക്സ് ഇസ് ഈക്വൽ ടു 1 പോയിന്റ് ഓഫ് മിനിമം ആണെങ്കിൽ എഫ് ഓഫ് 1 ആയിരിക്കും മിനിമം വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. എഫ് ഓഫ് 1 അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് അല്ല, ഇവിടെ ജി ആണ്. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സില് എക്സിന് പകരം 1 കൊടുക്കുക. 1 ക്യൂബ് മൈനസ് 3, ദാറ്റ് ഈസ് 1 മൈനസ് 3 മൈനസ് 2. മൈനസ് 2 ഇസ് ദ മിനിമം വാല്യൂ. എസ് മിനിമം എന്നോ ലോക്കൽ മിനിമം എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. മിനിമം വാല്യൂ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ഒരു നമ്പറും കൂടെ ഉണ്ടായിരുന്നല്ലോ, -1. -1 നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കാം. ജി ഡബിൾ ഡാഷ് -1 ഇസ് ഈക്വൽ ടു ജി ഡബിൾ ഡാഷ് എവിടെ 6x ആണ്. അപ്പോൾ 6 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു -6 ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -1 ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമ അല്ലെ, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാക്സിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ജി ഓഫ് -1 ഇസ് ഈക്വൽ ടു -1 ദ ഹോൾ ക്യൂബ് -3x ആണ്. 3 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു -1ന്റെ ക്യൂബ് -1 -3 ഇൻറ്റു -1 is +3 which is equal to 2. 2 is the maximum value. Local maximum value അല്ലെങ്കിൽ maximum value is equal to 2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, hx is equal to sin x plus cos x. 0 എക്സിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ x ലെസ് ദാൻ π/2. അത് നമുക്ക് വലിയ കാര്യം കാണിക്കേണ്ട. hx എന്ന ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ചെയ്ത കണക്കാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം. h ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആക്കി പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ h ഡാഷ് എക്സ് എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഇതിന് വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. രണ്ട് ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോസിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1. അങ്ങനെയുള്ള എക്സിന്റെ വാല്യൂ ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. അപ്പം നമുക്ക് എക്സ്ട്രീം പോയിന്റ് കിട്ടിയത് എക്സ് ഇസ് ഈക്വൽ ടു π/4 ആണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് h ഡബിൾ ഡാഷ് എക്സ്. h ഡാഷ് എക്സ് ഇതായിരുന്നു അല്ലെ, h ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്നത്. ഇനി കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. h ഡബിൾ ഡാഷ് എക്സ് ഇതാണ് കിട്ടിയത്. നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ്? h ഡബിൾ ഡാഷ് π/4 നോക്കണം. അത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കണം അല്ലെ. അപ്പം മൈനസ് സൈൻ π/4 മൈനസ് കോസ് π/4. എക്സിന് പകരം π/4 കൊടുത്തു. h is equal to sin π/4ന്റെ വാല്യൂ 1/√2 ആണ്. അതേപോലെ കോസ് π/4ന്റെ വാല്യൂ 1/√2 ആണ്. ദാറ്റ് ഈസ് -2/√2. അപ്പോൾ എന്തായാലും നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇറ്റ് ഇസ് ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 0 ഇതിപ്പോൾ നമുക്ക് സൈൻ π/4 1/√2 എന്ന് അറിഞ്ഞൂടാന്ന് വെച്ചാൽ അറിഞ്ഞൂടാതിരിക്കരുത്. അറിഞ്ഞൂടായിരുന്നു എങ്കിൽ വേറെ വല്ല π/4 അല്ല വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിലും ഈ രണ്ട് നെഗറ്റീവ് വന്നാൽ എന്തൊരു നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പം ലെസ് ദാൻ 0 എടുക്കണം. അപ്പോൾ ലെസ് ദാൻ 0 വന്നപ്പോൾ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു π/4 ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമ അല്ലെങ്കിൽ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം. ഇനി മാക്സിമം വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ π/4 അല്ലെ. ആ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. സൈൻ π/4 പ്ലസ് കോസ് π/4. പറഞ്ഞു സൈൻ π/4ന്റെ വാല്യൂ 1/√2 പ്ലസ്, അപ്പൊ ഇവിടെ വരുമ്പോൾ അറിഞ്ഞേണ്ടി വരും അല്ലേ, മറ്റേത് മറന്നുപോയാലും 1/√2 പ്ലസ് 1/√2 which is equal to 2/√2 which is equal to √2. 2 എന്ന് പറഞ്ഞാൽ √2 into √2 ആണ്. √2 is the maximum value and x is equal to π/4 is the point of maxima. അതിൽ തന്നെ 6th question, gx is equal to x/2 plus 2/x. ഒരു കണ്ടീഷനും കൂടിയുണ്ട്, x greater than 0. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. നമ്മൾ സാധാരണ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം. g ഡാഷ് എക്സിനെ 0 ആക്കി എടുക്കാം. ലെറ്റ് g ഡാഷ് എക്സ് is equal to 0. g ഡാഷ് എക്സ് എന്തായിരിക്കും? g ഡാഷ് എക്സ് എന്ന് പറയുന്നത് x/2ന്റെ ഡെറിവേറ്റീവ്. x/2 ഡെറിവേറ്റീവ് 1/2 അല്ലെ, പ്ലസ് 2 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു 1/xന്റെ ഡെറിവേറ്റീവ് -1/x², which is equal to 1/2 minus 2/x². അതാണ് g ഡാഷ് എക്സ്. അത് 0 ആണ് എന്ന് നമ്മൾ എടുക്കുന്നു. 1/2 is equal to 2/x² എന്ന് വരും.
that is x square is equal to 4 എന്ന് വരും, which implies x is equal to plus or minus 2. പക്ഷെ നമ്മുടെ കണ്ടീഷൻ നോക്കി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എക്സ് -2 എടുക്കണ്ട, എക്സ്ട്രീം പോയിന്റ് അല്ല. എക്സ് ഇസ് ഈക്വൽ ടു 2 ഈസ് ദ എക്സ്ട്രീം പോയിന്റ്. അപ്പോൾ സിൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സ്ട്രീം പോയിന്റ് ഓൺലി വൺ എക്സ്ട്രീം പോയിന്റേ ഉള്ളൂ. സിൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 മാത്രം എടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ഡെറിവേറ്റീവ് ജി ഡബിൾ ഡാഷ് എക്സ്. അപ്പോൾ 1/2ന്റെ ഡെറിവേറ്റീവ് 0 -2 ആണ്, -2 കോൺസ്റ്റന്റ്. 1/x² ഡെറിവേറ്റീവ്, 1/x² ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? 1/x² എന്ന് പറഞ്ഞാൽ x റേസ് ടു -2 ആണ് അല്ലെ, x റേസ് ടു n, nx റേസ് ടു n - 1, ദാറ്റ് ഈസ് -2 ഇൻറ്റു x റേസ് ടു -3. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പം -2/x³, x റേസ് ടു -3 എന്നുള്ളത് താഴെ എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 4/x³. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടിയത്. ഇനി ജി ഡബിൾ ഡാഷ് +2, -2 എടുക്കാൻ പാടില്ല, +2 ജി ഡബിൾ ഡാഷ് 2 എന്ന് പറഞ്ഞാൽ 4/2³ ആണ്, വിച്ച് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. എത്രയാണ് വാല്യൂ? എത്രയല്ലോ ആയിക്കോട്ടെ, 1/2 വരും. ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്ത് പറയാം? എക്സിനെ, എക്സ് ഇസ് ഈക്വൽ ടു 2നെ എന്ത് പറയാം? ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഓക്കെ, അപ്പൊ ഇനി മിനിമം വാല്യൂ, മിനിമം വാല്യൂ ഈസ് ജി ഓഫ് 2. നമ്മുടെ ജി ഓഫ് എക്സ് എന്തായിരുന്നു? ജി ഓഫ് എക്സ് x/2 + 2/x. അപ്പൊ അതിന് എക്സിന് പകരം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. 2/2 + 2/2 വരും, which is equal to 1 + 1, which is equal to 2. അപ്പോൾ 2 is the max minimum value. ആ പോയിന്റും 2ലാണ്. ഓക്കെ, x is equal to പോയിന്റും 2 ആണ്, മിനിമം വാല്യൂവും 2 ആണ്. അതിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. fx is equal to x into √1 - x. അപ്പോൾ f'(x) 0 എന്ന് കൊടുക്കണം ആദ്യം. f'(x) ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഇത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1/2 √1 - x. ഇനി 1 - xന്റെ ഡെറിവേറ്റീവ് ആയ ഒരു -1 കൂടി, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ദാറ്റ് ഇസ് 1, which is equal to -x/2 √1 - x പ്ലസ് √1 - x. ഇതിനെയാണ് നമുക്ക് ഇക്വേറ്റിംഗ് ടു 0 ചെയ്യേണ്ടത്. ഇക്വേറ്റിംഗ് ടു 0 ആകുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ, രണ്ടായിട്ട് അപ്പുറം ഇപ്പുറം ആക്കാം. അപ്പം x/2 √1 - x is equal to √1 - x എന്ന് കിട്ടും. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 2 × 1 - x is equal to x എന്ന് വരും. ദാറ്റ് ഈസ് 2 - 2x അല്ലെ. ഓക്കെ, എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -x is equal to 0. 2 - 3x is equal to 0. x is equal to 2/3. അപ്പോൾ x is equal to 2/3 ആണ് എക്സ്ട്രീം പോയിന്റ്. x ഗ്രേറ്റർ ദാൻ 0 എന്ന് കണ്ടീഷനിൽ പറയുന്നുണ്ട്. ഇവിടെ എക്സ്ട്രീം പോയിന്റും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x). നമുക്ക് ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് കിട്ടിയത്? f'(x) എന്താണെന്ന് കിട്ടിയത്? -x/2 √1 - x പ്ലസ് √1 - x ആയിരുന്നു കിട്ടിയത്. ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കാം. f'(x). ഫസ്റ്റ് വൺ കോഷ്യന്റ് റൂൾ ആണ്. കോഷ്യന്റ് റൂൾ ആണ് -1/2 ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ. -1/2 കോൺസ്റ്റന്റ് നമുക്ക് കോഷ്യന്റ് റൂൾ നോക്കാം. താഴെ 1 - x, √1 - xന്റെ സ്ക്വയർ 1 - x, √1 - x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്. എക്സിന്റെ ഡെറിവേറ്റീവ് മീൻസ് 1 മൈനസ് x ഇൻറ്റു √1 - xന്റെ വീണ്ടും ഡെറിവേറ്റീവ് 1/√1 - x. √1 - xന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 √x ആണ് അല്ലെ. അപ്പോൾ ഒരു 2 ഉണ്ട് ഇവിടെ. 1/2 √x ഇൻറ്റു ഇതിനകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് -1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് മാത്രം എഴുതിയത്. പ്ലസ് √1 - xന്റെ ഡെറിവേറ്റീവ് 1/2 √1 - x ഇൻറ്റു -1. അപ്പൊ ഇനി ഇത് ഇത്രയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് x is equal to 2/3 ഇട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അവസാനം മൈനസ് ആണോ അതോ പോസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കിയാൽ മാത്രം മതി. അപ്പം വാല്യൂ നമുക്ക് വിഷയമല്ല, അതുകൊണ്ട് 2/3 എന്ന് ഇട്ട് കൊടുത്താൽ മതി.
അപ്പം എഫ് ഡബിൾ ഡാഷ് 2/3 എന്ന് പറയുന്നത് ഒന്ന് നോക്കാം. -1/2 ഇൻറ്റു റൂട്ട് 1 - 2/3 -1/2 ഇൻറ്റു 2/3 ഇൻറ്റു 1 - 2/3 ഇൻറ്റു -1 അത് പ്ലസ് ആകും, പ്ലസ് അല്ല ഇവിടെ മൈനസ് ബൈ 2 റൂട്ട് 1 - 2/3. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. അപ്പോൾ ബ്രാക്കറ്റിന് അകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നെഗറ്റീവാണ് ഇവിടെ രണ്ടെണ്ണത്തും അല്ലേ. ഇവിടെ രണ്ടിടത്തും നെഗറ്റീവ് ആയതുകൊണ്ട് എന്തേ സാധ്യമാവൂ? <0 രണ്ടും നെഗറ്റീവ് ആകുമ്പം ആഡ് ചെയ്താലും ഒരു നെഗറ്റീവ് സൈനെ നമുക്ക് കൊടുക്കാൻ പറ്റൂ അല്ലേ. അപ്പം നെഗറ്റീവ് ആണ് ആൻസർ. <0 ആണ്. <0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x = 2/3 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഇനി മാക്സിമം വാല്യൂ ഒന്ന് നോക്കാം. f of 2/3 × root of 1 - 2/3 3 - 1/2 that is 1/3. Answer is 2√3/9. Exercise 6.5 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി find the maximum and minimum values if any of the following functions given by fx is equal to modulus of x plus 2 minus 1. ഇനി മോഡുലസ് x plus 2 minus 1 ഇത് നമ്മൾ സാധാരണ ഗ്രാഫിക്കൽ മെത്തേഡിലാണ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. ഗ്രാഫിക്കൽ അല്ലാതെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആ രീതിയിലേ പോകാം. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്ത് f'(x) = 0 എന്ന് കൊടുക്കണം. അപ്പം മോഡുലസ് x plus 2 ആണ്. നമ്മൾ ഡിഫറൻസിയേഷൻ സെക്ഷനിൽ പഠിച്ചു മോഡുലസ് കനോട്ട് ബി ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല മോഡുലസ് ഫംഗ്ഷന്. അതിൻ്റെ ഗ്രാഫ് കണ്ടാലും അറിയാം, ഈ അറ്റം ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട് അതിനകത്ത്. ഷാർപ്പ് എഡ്ജ് വരുന്ന ഒരു ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു. ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഈ x plus 2 മോഡുലസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ റീഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മോഡ് മാറ്റുക. മോഡ് കൊടുക്കുന്ന എന്തിനാ? മോഡ് കൊടുക്കുമ്പോൾ ആ പോസിറ്റീവ് വാല്യൂ അതുപോലെ തന്നെ നിൽക്കുക. അത് പോസിറ്റീവ് ആണ്, ഈ ഇത്രയും പോർഷൻ പോസിറ്റീവ് ആണ് എന്ന് കാണിക്കാനാണ് നമ്മൾ മോഡുലസ് കൊടുക്കുന്നത്. അപ്പം മോഡുലസ് എടുത്തങ്ങ് മാറ്റുക. x plus 2ന്റെ വാല്യൂ >0 ആയിരുന്നുവെങ്കിൽ, >0 ആയിരുന്നെങ്കിൽ നമുക്ക് മോഡ് മാറ്റാം, കുഴപ്പമില്ല. മോഡ് മാറ്റിയാലും മോഡ് ഇട്ടാലും ഒരേ മീനിങ് തന്നെയാണ് അല്ലേ. x plus 2ന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവോ 0 ആണെങ്കിൽ, >2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ അങ്ങ് മോഡ് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാം. ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. x plus 2 >0 ആണെങ്കിൽ fxന്റെ വാല്യൂ x plus 2 minus 1. അപ്പോൾ x plus 2 >0 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? x > -2 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ x plus 2 minus 1 അല്ലെങ്കിൽ x plus 1. 2 minus 1 നമുക്ക് മാറ്റി എഴുതാം, x plus 1 എന്ന് എഴുതാം. അതൊന്ന് എഴുതിയേക്കാം, x plus 1. ഇനി തിരിച്ചു വരുന്നെങ്കിലോ x <-2 ആണെങ്കിലോ, അതായത് x <-2 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? x plus 2 <0. അതായത് ഈ മോഡിനകത്ത് മൈനസ് വാല്യൂ ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മോഡുലസ് വെറുതെ മാറ്റാൻ പറ്റില്ല. മോഡുലസിന്റെ മീനിങ് എന്താ? പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും. അപ്പം വെറുതെ മോഡുലസ് മാറ്റിയാൽ നമുക്കൊരു നെഗറ്റീവ് കയറി വരിക. ആ നെഗറ്റീവിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നെഗറ്റീവ് കൂടെ കൊടുക്കുക. നെഗറ്റീവ് -x plus 2. ഓക്കെ, -1. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ ആയി മാറും. ഏത് കേസിൽ? x <-2. അപ്പോൾ ഒന്നുകൂടെ പറയാം, x <-2 എന്ന് പറഞ്ഞാൽ ഈ മോഡിനകത്തെ വാല്യൂ x plus 2 എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആവുകയാണ്. നമുക്ക് മോഡ് മാറ്റുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം മോഡ് മാറ്റുമ്പോൾ ഒരു നെഗറ്റീവ് വരുന്നു. ആ നെഗറ്റീവിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു നെഗറ്റീവ് കൂടെ കൊടുക്കുന്നു, -x plus 2 -1. ഇതൊക്കെ നമ്മൾ ആ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ കണ്ടിന്യൂറ്റി എന്ന സെക്ഷനിൽ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ റീഡിഫൈൻ ചെയ്തു. റീഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? -x -3 വരും അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാം. f of x is equal to x plus 2 minus 1. അതായത് x plus 1 എന്ന് കിട്ടും if x > -2, അല്ലെങ്കിൽ -x -3 എന്ന് കിട്ടും if x <-2. അപ്പം നമുക്ക് ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷനെ മോഡ് മാറ്റിക്കൊണ്ട് ഇങ്ങനെ റീഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. f'(x) is equal to 0 കൊടുക്കാം. fxന് രണ്ട് വാല്യൂസ് ഉള്ളത് കൊണ്ട് ആദ്യം ഈ കേസ് നോക്കാം. x plus 1 എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ
അത് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 മീൻസ് എഫ് ഡാഷ് എക്സ് എന്താ വരുന്നത് ഇവിടെ 1 + 0 അല്ലെ 1 is equal to 0 എന്ന് കിട്ടും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അടുത്ത കേസിലോ അവിടെയും -1 is equal to 0 എന്ന് കിട്ടും, അതും നോട്ട് പോസിബിൾ. അപ്പൊ അതാണ് കാര്യം, ഈ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല, ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് അവിടെ ഫെയിൽ ആവുകയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവിലും എല്ലാം ഇതാണ് തുടക്കം, എഫ് ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ് തുടക്കം. അപ്പോൾ ഇവിടെ നമ്മളത് മോഡുലസ് കാണുമ്പോഴേ അങ്ങനെ അങ്ങ് ഇങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാതെ അങ്ങ് പോകണം, കാര്യം ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്തിട്ട് കഥയില്ല. അപ്പോൾ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മോഡുലസ് മെത്തേഡിൽ എങ്ങനെയാണ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ചെയ്യുന്നത് നോക്കാം, വളരെ എളുപ്പമാണ്. അപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുന്നു, എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ കാണിച്ചിരിക്കണം. എന്നതിന് ശേഷം നമുക്കിവിടെ നോക്കാം ഫംഗ്ഷൻ x+2 മോഡുലസ് x+2 എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. മോഡുലസ് ഇട്ടതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി അതിനൊരു -1 അപ്പുറം എപ്പുറം ഒന്ന് ആഡ് ചെയ്താൽ മതി. x+2 -1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 -1. -1 എന്ത് ചെയ്തു, 1 അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു, രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വന്നു, x+2 ഈ ഇത്രയും ഫംഗ്ഷൻ എഫ് എക്സ് ആണ് അല്ലെ, ഇത് ഇത്രയും എഫ് എക്സിന്റെ വാല്യൂ ആണ്. എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്ന് വന്നു. അപ്പൊ -1 ആണ് എഫ് എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ. -1 ഈസ് ദ മിനിമം വാല്യൂ. എല്ലാം ബാക്കി എല്ലാം എഫ് എക്സ് എല്ലാം -1 കൂടുതലാണെന്നാണ് മീനിങ്, മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി ആ ഏത് പോയിന്റിലാണ് മിനിമം, ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ഇനി അഥവാ ഏത് പോയിന്റിലാണ് ഈ -1 ഒക്കോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1. എഫ് ഓഫ് എക്സ് എന്താ, മോഡുലസ് x+2 -1 ഇസ് ഈക്വൽ ടു -1. മോഡ് x+2 is equal to -1 + 1 is equal to 0. മോഡുലസിനകത്ത് 0 വരിക എന്ന് പറഞ്ഞാൽ x+1 മോഡുലസ് മാറ്റി കൊടുക്കാം നമുക്ക്. x+2 is equal to 0, x is equal to -2. അപ്പം x is equal to -2 എന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് മിനിമ, ആൻഡ് ദ മിനിമം വാല്യൂ is -1. ഓക്കെ, ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചുകൊണ്ടും നമുക്ക് ഇതിന് ആൻസർ ചെയ്യാവുന്നതാണ്. ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ പോയിന്റ്സ് എടുത്താൽ മതി. എക്സിന് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മോഡ് ഷേപ്പാണ് നമുക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലേക്ക് വരും. അപ്പോൾ അത് വെച്ചിട്ടുണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് എക്സിന്റെ വാല്യൂ, എഫ് എക്സിന്റെ വാല്യൂ, അതായത് വാല്യൂ മിനിമം വാല്യൂ ഇസ് -1 ആണ് അല്ലെ, y ആക്സിസ് കിടക്കുന്നതാണ് വാല്യൂ. മിനിമം വാല്യൂ ഇസ് -1. ഏത് പോയിന്റിലാണ് അത് അക്വയർ ചെയ്യുന്നത്, -2 എന്നുള്ള പോയിന്റിലാണ് ഇത് അക്വയർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ദാറ്റ് ഈസ് ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യൊന്നും വേണ്ട, മോഡുലസ് കാണുമ്പോഴേ അറിയാം ഇറ്റ് ഈസ് കനോട്ട് ബി ഡിഫറൻഷിയേറ്റ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ മോഡ് എക്സ്, മോഡ് കിടപ്പുണ്ട്. അപ്പോൾ മോഡ് x+1 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഒരു മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ, കൊടുക്കണ്ട, അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. മൈനസ് അവിടെ കൊടുക്കുമ്പോൾ ഇത് തിരിച്ചു വരും, ലെസ് ദാൻ 0 ആകും. ലെസ് ദാൻ 0 ആകുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകും. ഈക്വൽ ടു 0 ആണെങ്കിൽ 0 ആണെങ്കിൽ നമുക്കത് മൈനസ് കൊടുത്താലും 0 തന്നെയല്ലേ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഒരു +3 അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യാം. x+1 +3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 + 3 is 3. അപ്പോൾ ഈ ഫംഗ്ഷൻ ആണ് gx ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. മാക്സിമം വാല്യൂ 3 എന്ന് പറയാം, മാക്സിമം വാല്യൂ മിനിമം ഇല്ല. അപ്പോൾ gx 3 is the maximum value of gx. മാക്സിമം വാല്യൂ ഉണ്ട്. അത് ഏത് പോയിന്റിലാണെന്ന് കാണുന്നതിനായി gx is equal to 3. അത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അത് എന്നാലും നമുക്കത് കണ്ടുപിടിച്ചേക്കാം. gx is equal to 3, that is -x+1 + 3 is equal to 3, which implies minus mod x+1 is equal to 0 minus x+1 is equal to 0 ആണെങ്കിലും mod x+1 equal to 0 ആയിരിക്കും. x+1 is equal to 0 ആയിരിക്കും. x is equal to -1 ആയിരിക്കും. -1 is the point of maxima and maximum value is 3. ഇതാണ് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. നമുക്ക് കാണാം മാക്സിമം വാല്യൂ 3 ആണ് അറ്റ് ദ പോയിന്റ് -1.
അടുത്തത് എച്ച് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x പ്ലസ് 5. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എച്ച് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. എച്ച് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എച്ച് ഡാഷ് എക്സ് എന്ന് പറയുന്നത് സൈൻ 2xൻ്റെത് കോസ് 2x ഇൻറ്റു 2 പ്ലസ് 0, അതായത് 2 കോസ് 2x. 2 കോസ് 2x ഇസ് ഈക്വൽ ടു 0 ആണ്, which implies cos 2x is equal to 0. അപ്പോൾ cos 2x is equal to 0 ആണെങ്കിൽ 2xൻ്റെ വാല്യൂ നമുക്ക് π/2 എന്ന് എഴുതാം, 3π/2 എന്ന് എഴുതാം, 5π/2 എന്ന് എഴുതാം. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2 ഒരുപാടെണ്ണം വരും. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് ഒരുപാട് വരും. ഇതിനകത്ത് ഏതാണ് മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എന്നൊക്കെ എടുക്കുന്നത് ഒരു പോസിബിൾ ആയുള്ള കാര്യമല്ല. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാം? സൈൻ 2xും അല്ലെങ്കിൽ കോസ് 2x ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം സൈൻ തീറ്റയുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എഴുതി കാണിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ പറയണം സൈൻ തീറ്റയുടെ വാല്യൂ നമുക്ക് എപ്പോഴും -1നും +1നും ഇടയിലായിരിക്കും. സൈനിന് ഏത് വാല്യൂ വന്നാലും അല്ലെ, സൈനിനകത്ത് എന്ത് വാല്യൂ വന്നാലും അത് -1നും +1നും ഇടയിലുള്ളതായിരിക്കും. അപ്പോൾ സൈൻ 2xന്റെ വാല്യൂവും +1നും -1നും ഇടയിലായിരിക്കും. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്, സൈൻ 2x പ്ലസ് 5 ആണ്. അപ്പോൾ ഒരു +5 എല്ലായിടത്തും ആഡ് ചെയ്യാം. -1 + 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 2x + 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + 5. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 2x + 5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ hx ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് ഫംഗ്ഷന്റെ മിനിമം വാല്യൂ 4ഉം മാക്സിമം വാല്യൂ 6ഉം കിട്ടും. മിനിമം വാല്യൂ is 4 and maximum value is 6. നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഇതാണ് ആ ഫംഗ്ഷൻ ഗ്രാഫ് വരുന്നത്. നമുക്കിത് അല്ലാതെ എടുത്ത് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ജിയോജിബ്ര ഫയലിൽ വരയ്ക്കുന്നതാണ്. ജസ്റ്റ് ഇൻപുട്ട് കമാൻഡ് കൊടുത്താൽ മതി. ലാബിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ സൈൻ 2x + 5 എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണിത്. ഇതാണ് സൈൻ 2x + 5ന്റെ ഗ്രാഫ്. അത് കാണുമ്പോഴേ അറിയാം അതിന്റെ മിനിമം വാല്യൂ 4 ആണ് വരുന്നത് അല്ലേ. മിനിമം വാല്യൂ 4ഉം മാക്സിമം ഇവിടം വരെ പോകും 6ഉം വരും. അപ്പോൾ നമുക്കിത് ഓൾജിബ്രായിക്കായിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഫിഗർ കാണിച്ചതേ ഉള്ളൂ. അടുത്തത് മോഡുലസ് ഓഫ് സൈൻ 4x + 3. നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് തന്നെ -1നും 1നും ഇടയിലായിരിക്കും സൈൻ 4xന്റെ വാല്യൂ. 4x കഴിഞ്ഞിട്ട് +3 വേറെയാണ്, ഇത് ഒരുമിച്ചല്ല. സൈൻ 4xന്റെ വാല്യൂ -1നും +1നും ഇടയിലായിരിക്കും. നമ്മളൊരു +3 കൊണ്ട് ആഡ് ചെയ്യുന്നു. -1 + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 4x + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 + 3. ദാറ്റ് ഈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 4x + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി എല്ലായിടത്തും ഒരു മോഡുലസ് കൊടുക്കാം. മോഡുലസ് കൊടുക്കുമ്പോൾ mod 2 is 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod സൈൻ 4x + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ മിനിമം വാല്യൂ ഈ നടുക്ക് കിടക്കുന്നതാണ് ഫംഗ്ഷൻ. അപ്പോൾ മിനിമം വാല്യൂ is 2 is equal to 2 and maximum value is 4. ഇതിന്റെ ഗ്രാഫും കൂടി ഒന്ന് കാണാം. This is the function graph of sin modulus sin 4x + 3. അതിന്റെ മാക്സിമം വാല്യൂ 4 എന്നും മിനിമം വാല്യൂ 2 എന്നും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, hx is equal to x + 1. അപ്പോൾ ഇവിടെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. 1 is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രീം പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ റൈറ്റ് സൈഡിൽ ഒരു കണ്ടീഷൻ കിടപ്പുണ്ട്, എക്സ് എലിമെന്റ് ഓഫ് -1 1 എന്നുള്ള കണ്ടീഷൻ അതെടുക്കാം. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഇങ്ങനെയാണ് ആ കണ്ടീഷൻ. നമുക്ക് മാറ്റി എഴുതാം അല്ലെ. ഈ ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ട് ഇങ്ങനെ ഈക്വൽ ടു ഒന്നുമില്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. -1നും +1നും ഇടയിലാണ് എക്സിന്റെ വാല്യൂ. അപ്പോൾ ഇനി എന്താ ചെയ്യുക? ഇനി ഈ എക്സ് നടുക്ക് നമുക്ക് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി +1 കൂടെ ചെയ്യണ്ടേ. അപ്പം +1 ആഡ് ചെയ്യാം അപ്പുറം അപ്പുറം. -1 +1 ലെസ് ദാൻ x + 1 ലെസ് ദാൻ 1 + 1. അപ്പോൾ 0 ലെസ് ദാൻ x + 1 ലെസ് ദാൻ 2. അപ്പോൾ x + 1 ആണ് ഫംഗ്ഷൻ hx. അപ്പോൾ hxന്റെ മിനിമം വാല്യൂ is 0 equal to 0. മാക്സിമം വാല്യൂ is equal to 2. 6.5ലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. fx is equal to e raised to x, gx, hx അങ്ങനെ 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനകത്ത് ഒരു ഫംഗ്ഷൻ പോലും മാക്സിമയോ മിനിമയോ ഇല്ല എന്നാണ് കാണിക്കേണ്ടത്, എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ e raised to x എന്ന് പറയുന്ന ഫംഗ്ഷൻ f of x is equal to e raised to x.
നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 0 വരും. നമുക്ക് എക്സ് റിയൽ നമ്പർ ആയിരിക്കുന്ന കേസിൽ ഇത് ഒരു പോസിബിൾ അല്ല. അതായത് ഇ റേസ് ടു എക്സ് കനോട്ട് ബി 0 ഫോർ എ റിയൽ വാല്യൂ എക്സ്. അപ്പം റിയൽ വാല്യൂ എക്സിന് ഇത് പോസിബിൾ അല്ല എങ്കിൽ ഇതിന് മാക്സിമം മിനിമം ഇല്ല എന്നാണ് മീനിങ്. നമുക്ക് നേരത്തെ നമ്മൾ മോഡുലസ് എക്സ് ആണ്, മോഡുലസ് എക്സിന് അവിടെ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആവുകയായിരുന്നു ചെയ്തത്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, എക്സിന് റിയൽ വാല്യൂ കൊടുക്കുമ്പോൾ ഇതൊരു പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതിന് എന്തില്ല എന്ന് പറയാം, മാക്സിമം മിനിമം ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഈ രണ്ട് ഫംഗ്ഷനും ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടുത്തെ ലോഗ് എക്സ് ആണ്, 1/x ആണ്. 1/x നമുക്ക് ഒരിക്കലും 0 ആവില്ല അല്ലെ, ഫോർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അതുപോലെ ഇവിടുത്തെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിന്റെ ഡിസ്ക്രിമിനന്റ് എടുക്കുമ്പോൾ -1 ആണ് കിട്ടുന്നത്, മൈനസ് ആണ് കിട്ടുന്നത്. ഡിസ്ക്രിമിനന്റ് എടുക്കുമ്പോൾ അത് റിയൽ റൂട്ട്സ് ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അവിടെയും എന്ത് പറയാം, ഇതിന് മാക്സിമം മിനിമം ഫംഗ്ഷൻ ഇല്ല എന്ന് പറയാം. ഇനി ഇതിന്റെ മൂന്നിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. മാക്സിമം ഇല്ല, മിനിമം ഇല്ലാത്ത എങ്ങനെ ഇരിക്കും ആ ഗ്രാഫ് എന്നത് നമുക്ക് നോക്കാം. ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ് ഇതെങ്ങനെയാണ്, രണ്ട് സൈഡും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, മിനിമം ഇല്ല, മാക്സിമം ഇല്ല. അതുപോലെ ലോഗ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, അതിന്റെ മിറർ ഇമേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ലോഗ് എക്സിന്റെ ഗ്രാഫ് ഇതുപോലെ മാക്സിമയും മിനിമയും ഇല്ല. അതുപോലെ x³ - x² + x + 1ന്റെ ഗ്രാഫാണിത്. ഇതിന് നമുക്ക് കാണാം മാക്സിമ ഓർ മിനിമ ഡസ് നോട്ട് എക്സിസ്റ്റ്.